നമസ്കാരം. 2006 ഡിസംബർ 22 വൈകുന്നേരം ഏകദേശം ഒരു 5:30 മണിയാവും. ആ സമയത്ത് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയ്ക്ക് സമീപത്ത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് ഭവാനിയും മകൾ വിജയലക്ഷ്മിയുടെ കൂട്ടുകാരി ലതയും പതിവ് വടിയിലൂടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അവരങ്ങനെ നടന്നു വരുമ്പോ ഭവാനി മകളോട് പറഞ്ഞു, എടീ ഞാന് ചന്ത കയറിയിട്ട് വരാമേ. അതാണ് അവരുടെ സ്ഥിരം രീതി. വിജയലക്ഷ്മിയും അമ്മ ഭവാനിയും ലതയും കൂടി ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങും. അമ്മ ചന്തയിൽ പോയി ചന്തയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിൽ വരും. വിജയലക്ഷ്മിയും ലതയും പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ നടന്നു പോകുന്നത് ഒന്ന് നോക്കിക്കൊണ്ടാണ് ഭവാനി മാർക്കറ്റിലേക്ക് പോയത്. അവര് മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഏകദേശം ഒരു 6:30 മണിയായപ്പോ ഐവർ കവലയിലുള്ള അവരുടെ വീട്ടിലെത്തിയ ഉടൻ അവര് വിളിക്കുന്നത് മോളെ വിജയലക്ഷ്മി. അങ്ങനെ വിളിച്ചുകൊണ്ടാണ് ഭവാനി വീടിനകത്തേക്ക് കടക്കുന്നത്. അമ്മ അവൾ വന്നില്ലല്ലോ. മറുപടി പറഞ്ഞത് വിജയലക്ഷ്മിയുടെ ചേട്ടനാണ് ശശികുമാർ. അങ്ങനെ പറഞ്ഞതും ഭവാനി ശശികുമാറിനോട് പറഞ്ഞു, ഇടാ എന്റെ മുന്നേ അവളിങ്ങനെ നടന്നു വന്നാണല്ലോ, അവളെന്തേ വരാത്തെ? അമ്മ അവൾ ആ ലതയ്ക്കൊപ്പല്ലേ വരുന്നത്, അതും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കായിരിക്കും. അവർ രണ്ടും കൂടി സംസാരിച്ചു തുടങ്ങിയാൽ നേരം വെളുത്താലും തീരില്ലെന്ന് നമുക്കറിയില്ലേ. ലതയാണ് വിജയലക്ഷ്മിയുടെ അടുത്ത കൂട്ടുകാരി. ആ കശുവണ്ടി ഫാക്ടറിയിൽ അവർ ഒന്നിച്ചാ വർക്ക് ചെയ്യുന്നത്. ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോഴും അവർ സംസാരിക്കും, ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴും സംസാരിക്കും. ഈ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പങ്കുവെക്കാനുണ്ട്. അത് ഈ ശശികുമാറിന് അറിയാം. എന്തായാലും ശശികുമാറും ഭവാനിയും കൂടി വീട്ടിലെ വിളക്ക് വെക്കുന്ന സമയമായപ്പോ ഒന്നുകൂടി പുറത്തേക്ക് ഇറങ്ങി നോക്കി. എടാ ശശി, നീ റോഡിലോട്ടൊന്ന് നോക്കി, സന്ധ്യ ആയല്ലോ, ഇനി താമസിച്ചാൽ ശരിയാവില്ല. ഭവാനി അങ്ങനെ പറയുമ്പോഴേക്കും ഭവാനിയുടെ ഭർത്താവ് ചന്ദ്രദാസും അവിടെ എത്തി. എന്നാടി വിജയലക്ഷ്മി ഇനി എത്തിയില്ല? അതെന്താ, അവള് സന്ധ്യക്കുമ്പോ സാധാരണ വരുന്നല്ലേ? അതാണ്, പക്ഷെ ഇന്നിപ്പോ വന്നില്ല. ഞാൻ ശശിയോട് അവളെ ഒന്ന് നോക്കാൻ പറഞ്ഞതാണ്. എന്തായാലും അങ്ങനെ ഭവാനി പറഞ്ഞപ്പോ ചന്ദ്രദാസ് മുഖം കഴുകാനായി വീടിന്റെ ഒരു വശത്തേക്ക് നടന്നു. അങ്ങനെ നടക്കുമ്പോ ചന്ദ്രദാസ് ലേശം ഭയത്തോടെ തിരിഞ്ഞ് ആ ഇരുട്ടിലേക്ക് നോക്കുകയാണ്. നന്നായി ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. അവളെന്താ ഇത്രയും നേരമായിട്ട് വരാത്തത്? അങ്ങനെ തോന്നിയതും മുഖം കഴുകിയ ചന്ദ്രദാസ് വീട്ടിലേക്ക് കയറാതെ ശശി പോയ അതേ വഴിയിലൂടെ അവിടെ ആ മുൻവശത്തിരുന്ന് ടോർച്ച് എടുത്തുകൊണ്ട് നടന്നു തുടങ്ങി. ചന്ദ്രദാസ് നടന്ന് കുറെ ദൂരം ചെന്നപ്പോ ശശിയെ കണ്ടു. ഇട നീ അവിടെ കണ്ടോ? ഇല്ല ചാ. നീ ലതയുടെ വീട്ടിൽ തിരക്കായിരുന്നോ? ഞാൻ തിരക്കിയായിരുന്നു. അവളും വിജയലക്ഷ്മിയും കൂടി ഒന്നിച്ചാ വന്നത്. അവളുടെ വീട്ടിലേക്ക് തിരുന്ന വഴിയിലെത്തിയപ്പോ ലത അങ്ങ് പോയി. വിജയലക്ഷ്മി ഒറ്റയ്ക്ക് ഇങ്ങോട്ട് നടന്നു വരികയായിരുന്നു. ചന്ദ്രദാസും അതുപോലെ ശശിയും കൂടി അങ്ങനെ സംസാരിക്കുമ്പോൾ അതുവഴി 1-2 ആളുകൾ വന്നു. അവര് കാര്യം തിരക്കി. വിജയലക്ഷ്മി എന്ന ചന്ദ്രദാസിന്റെ മകള് ആ കശുവണ്ടി ഫാക്ടറിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നതാണ്. പക്ഷെ ഇപ്പോ വീട്ടിലെത്തിയിട്ടില്ല. ഇപ്പോ സമയം ഏകദേശം 6:45-7 ആവുകയാണ്. വിജയലക്ഷ്മി ഒരിക്കൽ പോലും അത്രയും ലേറ്റ് ആകാറില്ല. ചന്ദ്രദാസിനോട് സംസാരിച്ച ആ ആളുകൾ ചന്ദ്രദാസിനും ശശികുമാറിനൊപ്പം ഉടൻ അന്വേഷണത്തിന്റെ ഭാഗമായി. ഈ വിജയലക്ഷ്മിക്ക് വേറെയും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. അവിടെ എവിടെയെങ്കിലും വിജയലക്ഷ്മി പോയിരിക്കുമെന്ന് അറിയാൻ വേണ്ടി ആ വീടുകളിലേക്ക് അന്വേഷണമായി ചെന്നു. ചില വീടുകളിലെ ആളുകളുടെ കയ്യിലെങ്കിലും മൊബൈൽ ഫോൺ ആ സമയത്തുണ്ട്. അവരെ മൊബൈൽ ഫോണിൽ വിളിച്ചു നോക്കുമ്പോൾ അവിടെ വിജയലക്ഷ്മി ചെന്നിട്ടില്ല. അല്ലാത്ത സ്ഥലത്തൊക്കെ അവര് അന്വേഷിച്ച് ചെല്ലുകയും ചെയ്തു. ഏകദേശം ഒരു 7:45-8 മണി ആകാറായപ്പോ ചന്ദ്രദാസിനും ശശികുമാറിനും ഭവാനിക്കൊക്കെ വല്ലാത്തൊരു ഭയം അവരുടെ ഉള്ളിൽ ഉണ്ടായി വരികയാണ്. ഉടൻ തന്നെ ചന്ദ്രദാസ് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മകളെ കാണാനില്ല എന്ന കാര്യം പറഞ്ഞു. ആ രാത്രി ആ നിമിഷത്തിൽ തന്നെ പോലീസ് സംഘം ചന്ദ്രദാസിനൊപ്പം ഇറങ്ങി. പോലീസും ചന്ദ്രദാസും ശശികുമാറും അതുപോലെ നാട്ടുകാരും ചേർന്ന ആ അന്വേഷണ സംഘം ലതയുടെ അടുത്തുനിന്ന് വിജയലക്ഷ്മി പിരിഞ്ഞ ആ പോയിന്റ് മുതൽ വിജയലക്ഷ്മിയെ അന്വേഷിച്ചു തുടങ്ങി. നല്ല ഇരുട്ടായിരിക്കുകയാണ്. അവിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ അധികമില്ല. ഒരു ബണ്ട് റോഡാണ് യഥാർത്ഥത്തിൽ വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത്. ആ ബണ്ട് റോഡ് വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള എളുപ്പ വഴി കൂടിയാണ്. വേറെ റോഡുണ്ട്, അത് സാധാരണഗതിയിൽ വിജയലക്ഷ്മി ഉപയോഗിക്കാറില്ല. എളുപ്പം പോകാനായിട്ട് ആ ബണ്ട് റോഡാണ് അവൾ സാധാരണ ഉപയോഗിക്കുക. ആ റോഡിൽ ആ രാത്രിയിൽ പോലീസും ചന്ദ്രദാസും ബാക്കിയുള്ള നാട്ടുകാരും ചേർന്ന് വിശദമായ ഒരു തെരച്ചിൽ നടത്തിയെങ്കിലും വിജയലക്ഷ്മിയെ കുറിച്ച് ഒരു വിവരവും അവർക്ക് കിട്ടിയില്ല. സമയം അപ്പോഴേക്കും 10-11 മണിയായി. ആ രാത്രിയിൽ ഇനി തിരക്കിയതുകൊണ്ട് കാര്യമില്ല എന്ന ഒരു ചിന്തയിലേക്ക് ഈ സമയത്ത് പോലീസ് എത്തിയിരുന്നു. പോലീസ് അക്കാര്യം ചന്ദ്രദാസോട് പറയുകയും ചെയ്തു. വിശദമായ തിരച്ചിൽ നാളെ നടത്തുമെന്ന് പറഞ്ഞ് പോലീസ് സംഘം ശാസ്താംകോട്ടയ്ക്ക് മടങ്ങി. ശാസ്താംകോട്ടയ്ക്ക് പോലീസ് മടങ്ങിയിട്ടും ചന്ദ്രദാസും മകൻ ശശികുമാറും അവരുടെ സുഹൃത്തുക്കളൊക്കെ പിന്നെയും ആ രാത്രിയിൽ അവിടെ ഇവിടെയൊക്കെ വിജയലക്ഷ്മിയെ തിരഞ്ഞെങ്കിലും രാത്രി ഏകദേശം 12 മണിയോടുകൂടി അവരും അന്വേഷണം അവസാനിപ്പിച്ചു. ആ രാത്രിയിൽ ആ ഇരുട്ടത്ത് തിരഞ്ഞതുകൊണ്ട് ഒരു ഫലവുമില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതുകൊണ്ടാണ് ചന്ദ്രദാസും മകനും വീട്ടിലേക്ക് മടങ്ങിയത്. അവർ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ വീട്ടിൽ കുറേയേറെ ആളുകളുണ്ട്. ഭവാനി വല്ലാത്തൊരു അവസ്ഥയിലാണ്.
ഭവാനിക്ക് വേറെയും പെൺകുട്ടികളുണ്ട്. ഭവാനിയുടെ മൂത്ത പുത്രനാണ് ശശികുമാർ. ബാക്കി 3 പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ രണ്ടാമത്തെ ആളാണ് വിജയലക്ഷ്മി. ബാക്കിയുള്ള 2 പേരും ശശികുമാറും അതുപോലെ മറ്റാളുകളൊക്കെ ഒരു മുൾമുനയിൽ ഇപ്പൊ നിൽക്കുകയാണ്. ശരിക്കും വിജയലക്ഷ്മിക്ക് എന്ത് സംഭവിച്ചു? പല ചിന്തകളും ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. അവരാരും തന്നെ പക്ഷേ മനസ്സിൽ തോന്നുന്ന ആ ഭയപ്പെടുത്തുന്ന ചിന്ത മറ്റാരോടും പങ്കുവെക്കുന്നില്ല. ശരിക്കും ഭയം എല്ലാവരുടെയും ഉള്ളിലുണ്ട്. എങ്ങനെയൊക്കെയോ നേരം വെളുത്തു. നേരം വെളുക്കുന്ന കണ്ടതും ചന്ദ്രദാസ് അതിവേഗം തലേദിവസം അന്വേഷിച്ച അതേ വഴിയിലൂടെ അന്വേഷിച്ച് മുന്നോട്ട് പോവുകയാണ്. അയാൾ അന്വേഷിച്ചെത്തിയത് ഒരു ചായക്കടയുടെ അടുത്താണ്. ആ ചായക്കടക്കാരൻ തലേദിവസം വൈകുന്നേരം ഏകദേശം 5:45 കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയെ അയാളുടെ കടയുടെ മുന്നിൽ വെച്ച് കണ്ടിരുന്നു. 5:45-നും 6-നും ഇടയിലാണ് എന്നതാണ് അയാളുടെ മനസ്സിലുള്ള ഓർമ്മ. ആ കടയുടെ മുന്നിലൂടെ നടന്നുപോയ വിജയലക്ഷ്മിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. വിജയലക്ഷ്മി കടയുടെ മുന്നിലൂടെ നടന്ന് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായും ചന്ദ്രദാസിന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ്. അവിടെ മുതൽ ചന്ദ്രദാസ് വീണ്ടും അന്വേഷണം ആരംഭിക്കുമ്പോൾ ആ കടയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകൾ പല അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. വിജയലക്ഷ്മി 23 വയസ്സുള്ള യുവതിയാണ്. അവള് ചിലപ്പോൾ ആർക്കെങ്കിലും ഒപ്പം ഒളിച്ചോടിയതാകും. ആരോ ഒരാളാണ് ആ അഭിപ്രായം ആ ചായക്കടയിൽ അങ്ങനെ അങ്ങ് ഉന്നയിച്ചത്. പെട്ടെന്ന് അതിനെ ചുറ്റിപ്പറ്റിയായി ചർച്ച. ആ ചർച്ച ഒന്ന് തീവ്രമായി വന്നപ്പോൾ ഒരാള് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും അല്ല, അവൾക്ക് കല്യാണം വേണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ അവളുടെ വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തനെ. ഇതൊന്നുമല്ല, മറ്റെന്തോ സംഭവിച്ചിരിക്കുകയാണ്. അയാൾ അങ്ങനെ പറയാൻ കാരണമുണ്ട്. വിജയലക്ഷ്മിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്. അവൾ താമസിക്കുന്ന വീട് വൃത്തിയാക്കിയതിന് ശേഷമേ അവള് വിവാഹം കഴിക്കുമെന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി അവൾക്ക് ലഭിക്കുന്ന വരുമാനമൊക്കെ ഈ ചെറിയ ചെറിയ ചിട്ടികളിലേക്ക് അവൾ കൊണ്ട് ചേർക്കുന്നുണ്ട്. ചിട്ടി എന്ന് പറയുമ്പോൾ അന്ന് ഈ കുടുംബശ്രീ ഒന്ന് പച്ചപിടിച്ച് വരുന്ന സമയമാണ്. ആ ചെറിയ ചെറിയ അയൽക്കൂട്ടങ്ങളിൽ അവൾ ആ പണം കൊണ്ട് നിക്ഷേപിക്കുകയാണ്. ആ പണം ഇങ്ങനെ വലുതായി വരുമ്പോൾ ആ പണത്തിന്റെ ജാമ്യത്തിൽ ഒരു നല്ല വായ്പ എടുത്ത് അവളുടെ ആ വീടൊന്ന് മൂടി പിടിപ്പിക്കണം. അതാണ് വിജയലക്ഷ്മിയുടെ സ്വപ്നം. ആ സ്വപ്നം വിജയലക്ഷ്മി അവരുടെ കൂട്ടുകാരികളോട് പങ്കുവെച്ചത് സ്വാഭാവികമായിട്ടും അവിടെ സംസാരിച്ച ആൾക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം അയാളുടെ മകളും ആ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ആ സാഹചര്യത്തിൽ വിജയലക്ഷ്മി ഒരിക്കലും ഒരാൾക്കൊപ്പം ഒളിച്ചോടില്ല. അയാൾ പറയുന്ന ആ കാര്യം അവിടെയുള്ള മറ്റു പലർക്കും അറിയാവുന്ന കാര്യമാണ്. വിജയലക്ഷ്മി അവർക്കൊക്കെ അറിയാം. അവൾക്ക് വിവാഹം അല്ലെങ്കിൽ പ്രണയം അതൊന്നും അല്ല ടാർഗറ്റ് എന്നും അവർക്ക് എല്ലാവർക്കും അറിയാം. ശരിക്കും നന്നായി അധ്വാനിക്കുന്ന, എല്ലാവരുമായി സഹകരിക്കുന്ന നല്ലൊരു പെൺകുട്ടിയാണ് വിജയലക്ഷ്മി. അതിനെക്കുറിച്ച് ആളുകൾ അങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രദാസ് അവള് നടന്നു പോയെന്ന് ആ കടക്കാരൻ പറഞ്ഞ അതേ വഴിയിലൂടെ അങ്ങനെ നടക്കുകയാണ്. അയാൾ അങ്ങനെ നടന്ന് ഒരു കുളം പോലുള്ള ഭാഗത്തെത്തുമ്പോൾ അയാളുടെ ശ്രദ്ധ അയാൾ നടക്കുന്ന ആ റോഡിൽ ഒന്ന് പതിഞ്ഞു. ആ റോഡിൽ പുല്ലുകൾ ചതഞ്ഞിട്ടുണ്ട്. ആ പുല്ലിലൂടെ എന്തോ വലിച്ചിഴച്ചതിന്റെ ഒരു ലക്ഷണമാണ് അയാൾ കാണുന്നത്. ആ കാഴ്ച അയാളെ ശരിക്കും അമ്പരപ്പിച്ചു. അയാൾ ആ ചതഞ്ഞ പുല്ലിനെ പതുക്കെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ആ കുളത്തിന്റെ അടുത്തെത്തുമ്പോൾ അതങ്ങ് നിന്നു. ആ പുല്ല് ചതയുന്ന പ്രക്രിയ അങ്ങ് നിൽക്കുകയാണ്. എന്തോ വലിച്ചിഴച്ച് ആ കുളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. കാണാതെ പോയ വിജയലക്ഷ്മിയാണ് യഥാർത്ഥത്തിൽ ചന്ദ്രദാസ് അന്വേഷിക്കുന്നത്. പക്ഷെ ഇപ്പോ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ കണ്ടിരിക്കുന്ന ആ കാഴ്ച അത് അയാളുടെ ഹൃദയത്തെ പടപട മിടിപ്പിക്കുകയാണ്. ശരിക്കും ഒരു ടെൻഷൻ ചന്ദ്രദാസിന് അനുഭവപ്പെട്ടു. ഈ സമയത്ത് ചന്ദ്രദാസിനൊപ്പം 1-2 ആളുകളോട് കൂടി അവരും ചന്ദ്രദാസ് കണ്ട അതേ കാഴ്ച കണ്ടു. എന്തോ കട്ടിയുള്ള സാധനം ആ ബണ്ട് റോഡിലൂടെ വലിച്ച് ഇഴച്ചിരിക്കുകയാണ്. അങ്ങനെ തോന്നിയതും ചന്ദ്രദാസ് ഉടൻ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പൊ സമയം രാവിലെ 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഫോണ് അറ്റൻഡ് ചെയ്ത പോലീസുകാരൻ ചന്ദ്രദാസിനോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ മനസ്സിലായി, ഞങ്ങൾ ഒരു 10-10:30 ആകുമ്പോൾ അവിടെ എത്താം. ഇനിയും 2 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് ആ സംഭവ സ്ഥലത്ത് എത്തുമെന്ന് മനസ്സിലായതും ചന്ദ്രദാസും അവിടെ കൂടി നിൽക്കുന്ന ആളുകളും കുളത്തിൽ മുങ്ങാൻ അറിയാവുന്ന ഒരാളെ തപ്പിപ്പിടിച്ചു. അയാളെ അവര് ആ കുളം മുങ്ങി ഒന്ന് പരിശോധിക്കാനായി വിട്ടു. കുളത്തിലേക്ക് ചാടി മുങ്ങൽ നടത്തിയ ആ വ്യക്തി അല്പസമയത്തിനകം പൊങ്ങി വന്ന് ഒരു കാര്യം പറഞ്ഞു. ചേട്ടാ, ഇവിടെ ഒരു ചാക്ക് കിടക്കുകയാണ്. ചാക്കോ? അതെ, ഒരു ചാക്ക് കിടക്കുകയാണ്, വലിയ വലിപ്പമുള്ള ചാക്കാണ്. അങ്ങനെ ആ ആള് പറഞ്ഞതും ചന്ദ്രദാസ് ഉടൻ തന്നെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നമ്പറിലേക്ക് വിളിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നൻ പിള്ളയുടെ നമ്പറിലേക്ക് ചന്ദ്രദാസ് വിളിച്ച് കുളത്തിൽ ഒരു ചാക്ക് കിടക്കുന്ന കാര്യം അറിയിച്ചതും പ്രസന്നൻ പിള്ള ഉടൻ തന്നെ സ്ഥലത്തെത്താന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചു. ഏകദേശം ഒരു അരമണിക്കൂറിനകത്ത് പ്രസന്നൻ പിള്ള സംഭവ സ്ഥലത്തെത്തി. പ്രസന്നൻ പിള്ള നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം ആ ചാക്കിന്റെ കെട്ടഴിച്ചു. കെട്ട് അഴിച്ച ആ നിമിഷത്തിൽ ശരിക്കും ചന്ദ്രദാസും ശശികുമാറും അറിയാതെ തേങ്ങി പോവുകയാണ്. തലേദിവസം
വിജയലക്ഷ്മി ധരിച്ചിരിക്കുന്ന ഡ്രസ്സാണ് ആദ്യം അവർ ശ്രദ്ധയപ്പെട്ടത്. ആ ഡ്രസ്സ് അണിഞ്ഞിരിക്കുന്ന ആള് ആ ചാക്കിനകത്ത് ഡെഡ് ബോഡിയായി മാറിയിരിക്കുന്നുവെന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. ആ ചാക്ക് പൂർണ്ണമായും പുറത്തേക്ക് വലിച്ചെടുത്തപ്പോൾ ആ ചാക്കിനകത്തുള്ള കല്ലും ഇഷ്ടിക കഷ്ണങ്ങളും ഒക്കെ ആ ബോഡിയുടെ പുറത്തൂടി വീണു. ആ ബോഡിയുടെ മുഖം ഇപ്പോ എല്ലാവർക്കും വിസിബിൾ ആണ്. അത് ഇന്നലെ കാണാതെ പോയ വിജയലക്ഷ്മിയുടെ ബോഡിയാണ്. ആ വിവരം പ്രസന്നകുമാർ ഉടൻ തന്നെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. സർക്കിളിൽ നിന്ന് വിവരം അറിഞ്ഞിട്ടാണ് ശരിക്കും SI സംഘവും ശാസ്താംകോട്ടയിൽ നിന്ന് അവിടേക്ക് വരുന്നത്. ആ നിമിഷം മുതൽ പിന്നീട് അന്വേഷണം പോലീസിന്റെ ആയി. കാണാതെ പോയ വിജയലക്ഷ്മിയുടെ ഡെഡ് ബോഡി കണ്ടുപിടിക്കുന്നത് വരെ ശരിക്കും നാട്ടുകാരാണ് അന്വേഷണം നടത്തിയത്. നാട്ടുകാരെന്ന് പറയുമ്പോൾ അച്ഛൻ ചന്ദ്രദാസ് ആണ് മുന്നിൽ നിന്ന് അന്വേഷണം നടത്തിയത്. പോലീസ് ശരിക്കും ഒരു തേർഡ് പാർട്ടിയുടെ ഫോർത്ത് പാർട്ടിയുടെ ഒക്കെ ലെവലിൽ മാത്രം നടത്തിയ ഒരു അന്വേഷണമാണ് അവിടെ ശരിക്കും നമ്മൾ കാണുന്നത്. സംഭവം ഈ സമയത്ത് DYSP അറിഞ്ഞു. അദ്ദേഹം സ്ഥലത്തെത്തി. അതോടൊപ്പം ഫോറൻസിക് വിദഗ്ധരും എത്തി. കൂടെ ഡോഗ് സ്ക്വാഡും ഉണ്ട്. ഡോഗ് സ്ക്വാഡിന്റെ പരിശോധന വല്ലാത്തൊരു കൗതുകത്തോടെ ആളുകൾ കാണുകയാണ്. അവിടെ ആ ബോഡിയിലും ചാക്കിലും ഒക്കെ മണം പിടിച്ച ആ പട്ടി ആ ബണ്ട് റോഡിന്റെ നേരെ എതിർഭാഗത്തുള്ള ചൂളയുടെ അടുത്തേക്ക് ഓടിയിട്ട് ആ ചൂളയുടെ അടുത്തുനിന്ന് ഓടിയെത്തിയത് ആ ചൂളയുടെ ഉടമ അജിത് കുമാറിന്റെ വീടിന്റെ മുൻഭാഗത്താണ്. അവിടെ അല്പനേരം നിന്നതിന് ശേഷം ആ പട്ടി തിരിച്ച് ചൂളയിലേക്ക് ഓടി. അവിടെ നിന്ന് വീണ്ടും ഈ ബോഡി കിടക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു. ആ ചൂളയുമായി ബന്ധമുള്ള ആർക്കോ വിജയലക്ഷ്മിയുടെ മരണത്തിൽ പങ്കുണ്ട്. ആ ഒരു ധാരണ ആ പോലീസ് നായയുടെ ആ പ്രകടനത്തിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കി. ചന്ദ്രദാസും ശശികുമാറും എന്ന് വേണ്ട അവരുടെ വീട്ടുകാരൊക്കെ ഇപ്പോ വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പലരുടെ കണ്ണിൽ നിന്ന് ധാരധാരായി കണ്ണീർ ഒഴുകുന്നുണ്ട്. വിജയലക്ഷ്മി അവർക്കൊക്കെ പരിചയമുള്ള കുട്ടിയാണ്. ഒരു തരത്തിലുമുള്ള മോശം വാർത്തയും ആരും ഇന്ന് വരെയും വിജയലക്ഷ്മിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവളെ ഇത് ആരാ കൊലപ്പെടുത്തിയത്? എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളും ഫോറൻസിക് പരിശോധനകളും നടത്തിയ ആ ടീം അവസാനം ഒരു കാര്യം പറഞ്ഞു. അവളെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണ്. വേറെ റേപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതിനിടയിൽ അവള് കൊല്ലപ്പെട്ടതായിരിക്കും എന്നുള്ള ഒരു നിഗമനം തുടക്കത്തിൽ ആളേക്കുണ്ടായെങ്കിലും ഫോറൻസിക് ടീം അങ്ങനെ അല്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം ഉന്നയിക്കപ്പെടുകയാണ്. എന്തിന് വിജയലക്ഷ്മിയെ കൊല്ലണം? എന്തായാലും ആ സമയമായപ്പോൾ ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതിനിടയിൽ ചില കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. വിജയലക്ഷ്മിയുടെ കഴുത്തിൽ ഒരു മാലയുണ്ടായിരുന്നു, ഒരു സ്വർണ്ണമാല. ആ മാല മിസ്സിംഗ് ആണ്. എന്തിന് വിജയലക്ഷ്മിയെ കൊന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് പോലീസ് മനസ്സിലാക്കി. കൊന്ന ആളുടെ ലക്ഷ്യം ആ സ്വർണ്ണമാലയാണ്. സ്വർണ്ണമാലയ്ക്ക് വേണ്ടി ആരായിരിക്കാം വിജയലക്ഷ്മിയെ കൊന്നത്? ആ കൊലപാതകയെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം ആ നിമിഷം തന്നെ കടന്നു. ഡിസംബർ 23 ഏകദേശം ഉച്ചയോടുകൂടി പോലീസ് പ്രതിയെയോ അല്ലെങ്കിൽ പ്രതികളെയോ കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ശരിക്കും ആ നാട് വല്ലാത്തൊരു മൈൻഡ് സെറ്റിൽ എത്തിയിരിക്കുകയാണ്. ഏതാണ്ട് സന്ധ്യയോട് അടുപ്പിച്ച ഈ സംഭവം നടന്നിരിക്കുന്നത്. അവിടെ ആ പ്രദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ധാരാളം ഈ ഇഷ്ടിക ചൂളകളും അതുപോലെ തന്നെ കശുവണ്ടി ഫാക്ടറികളും ഈ പുത്തൂരുണ്ട്. ഈ രണ്ട് സ്ഥലത്തേക്കും മൈഗ്രന്റ് വർക്കേഴ്സ് വന്നു ചേർന്നിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് 2006. 2006 എന്ന വർഷത്തിൽ കേരളത്തിൽ നടത്തിയ ഒരു സെൻസസ് ഈ മൈഗ്രന്റ് വർക്കേഴ്സുമായി ബന്ധിപ്പിച്ച് ഉണ്ടായത് പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏകദേശം 15 ലക്ഷത്തോളം മൈഗ്രന്റ് വർക്കേഴ്സ് അന്ന് കേരളത്തിലുണ്ട്. ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും UP നിന്നും അതുപോലെ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസിൽ അവർ കേരളത്തിൽ ആ സമയത്ത് ഇൻവോൾവ് ആണ്. കേരളത്തിൽ ഇരുമ്പ് ബേസ് ചെയ്തുള്ള ചില ഫാക്ടറികളൊക്കെ ഈ കാലഘട്ടത്തിൽ തുടങ്ങിയിരുന്നു. അതുപോലെ ഈ പ്ലൈവുഡ് ബേസ് ചെയ്തുള്ള ഫാക്ടറികൾ, പ്ലൈവുഡുമായി ബന്ധിപ്പിച്ച വർക്കാണെങ്കിലും ഇരുമ്പുമായി ബന്ധിപ്പിച്ച വർക്കാണെങ്കിലും കശുവണ്ടിയുമായി ബന്ധിപ്പിച്ച വർക്കാണെങ്കിലും ചൂളകളുമായി ബന്ധിപ്പിച്ച വർക്കാണെങ്കിലും എല്ലാത്തിലും ഇഷ്ടംപോലെ ആളുകൾ വേണം. ആ ആളുകൾ നേരത്തെ മലയാളികളായിരുന്നു. പക്ഷെ മലയാളികൾ ഏതാണ്ട് നല്ലൊരു ശതമാനം ഗൾഫിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട്. ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ ആൾ വേണമല്ലോ. അങ്ങനെയാണ് ഈ വടക്കിഴക്കൻ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടേക്ക് വരുന്നത്. വന്നവരൊക്കെ പതുക്കെ പതുക്കെ കുടുംബങ്ങളുമായി ഇവിടെ സെറ്റിൽ ആവുകയും ചെയ്തു. അത്യാവശ്യം നല്ല റവന്യൂ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഈ ബോഡി കണ്ട ആ കുളത്തിന്റെ നേരെ എതിർഭാഗത്തുള്ള ചൂള ഫാക്ടറിയിൽ 10 മൈഗ്രന്റ് വർക്കേഴ്സ് ഉണ്ട്. മൈഗ്രന്റ് ആയിട്ട് ഇവിടെ എത്തുന്ന ആളുകളുടെ ഹിസ്റ്ററി പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയത്തില്ല. ചിലരെങ്കിലും ക്രിമിനൽസ് ആയിരിക്കും. അത്തരം ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള ആരെങ്കിലും ഈ കാര്യം ചെയ്തതാണോ? അങ്ങനെ ഒരു ചിന്തയിലേക്ക് നാട്ടുകാരൊക്കെ കടക്കുമ്പോൾ അന്ന് വൈകുന്നേരം പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത നാട്ടുകാർ അറിഞ്ഞു.
ചന്ദ്രദാസും ശശികുമാറും ഒക്കെ ആ വാർത്ത അറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഈ ബോഡി കിട്ടിയതിന് അടുത്തുള്ള ആ അജിത് കുമാറിന് ചൂള ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന പശ്ചിമ ബംഗാളിലെ കുച്ച് ബെഹാർ മേഖലയിൽ നിന്നുള്ള മെഹബുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. മെഹബുൽ അറസ്റ്റിലായി എന്ന വാർത്ത അറിഞ്ഞ് അല്പസമയം കഴിഞ്ഞപ്പോൾ അവര് മറ്റൊരു വാർത്ത കൂടി അറിഞ്ഞു. വേറൊരാൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. മെഹുലിന്റെ സുഹൃത്തായ ബുള്ളുവാണ് കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. അവർ രണ്ടുപേരും പശ്ചിമ ബംഗാളിലെ കുച്ച് ബെഹാർ മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഈ മെഹബുൽ യഥാർത്ഥത്തിൽ ആ ഫാക്ടറിയിൽ ജോലിക്ക് വന്നിട്ട് അധികം നാളുകളൊന്നും ആയിട്ടില്ല. പക്ഷെ എന്നിട്ടും ഇതാ അവൻ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിയിരിക്കുകയാണ്. പിറ്റേ ദിവസമാണ് അവനെ തെളിവെടുക്കാനായി അവിടെ കൊണ്ടുവന്നത്. അവനെ കണ്ടപ്പോ നേരത്തെ ചന്ദ്രദാസിനോട് വിജയലക്ഷ്മിയെ കണ്ടു എന്ന് പറഞ്ഞ ആ കടക്കാരൻ പറഞ്ഞ ഒരു അഭിപ്രായം ആളുകൾ അറിയുകയാണ്. വിജയലക്ഷ്മിയെ അയാൾ കണ്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിയിൽ നിന്ന് ഏകദേശം ഒരു 150-200 മീറ്റർ പുറകിലായി ഈ ബുല്ലുവും മെഹുലും കൂടി നടക്കുന്നത് അയാളുടെ കടയിൽ അയാൾ ഉള്ളപ്പോൾ അയാൾ കണ്ടിരുന്നു. വിജയലക്ഷ്മിയെ ഫോളോ ചെയ്ത മെഹുലും ആ ബുല്ലുവും കൂടെ ചേർന്ന് വിജയലക്ഷ്മിയുടെ കഴുത്തിൽ കിടന്ന ആ മാല മോഷ്ടിച്ചതാണ്. ആ മാല മോഷ്ടിക്കുന്നതിനിടയിൽ വിജയലക്ഷ്മി ശബ്ദമുണ്ടാക്കിയപ്പോൾ അവളെ ശ്വാസം മുട്ടിച്ച് കൊന്ന് ചാക്കി കെട്ടി ആ ചൂളിൽ നിന്നുള്ള കല്ലുകളൊക്കെ എടുത്ത് ആ ചാക്കിനകത്ത് കയറ്റി ചാക്ക് പൊങ്ങാതിരിക്കാനായി വായും കൂട്ടിക്കെട്ടിയിട്ട് ചാക്ക് കുളത്തിലേക്ക് ഇട്ടതാണ്. കഥ വ്യക്തമാണ്. 24-ന് മെഹബുളിനെയും ബുല്ലുവിനെയും കൊണ്ടുവന്ന് അവിടെ തെളിവെടുപ്പ് നടത്തിയാണ്. തെളിവെടുപ്പ് നടത്തുന്ന കൂട്ടത്തിൽ അവർക്ക് ആ ബണ്ട് റോഡിൽ നിന്ന് തുണിയുടെ ഒരു അംശവും ചാക്കിന്റെ ഒരു ഭാഗവും പിന്നീട് 2 ബട്ടണും കിട്ടി. ആ ബട്ടണുകൾ ശേഖരിച്ച പോലീസ് അത് കവറിലേക്ക് മാറ്റി. 25-നാണ് ഫോറൻസിക് ടീം അവിടെ എത്തിയത്. 23-ന് ഫോറൻസിക് ടീം എത്തിയതിനു ശേഷം ബാക്കി തെളിവുകളുടെ ശേഖരണവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് 25-ന് അവരെത്തിയത്. അവര് ആ ബട്ടണും മെഹബുലിന്റെ കൈവശമുണ്ടായിരുന്ന ഒരു ഷർട്ടും കസ്റ്റഡിയിൽ എടുത്തു. ആ ഷർട്ടില് 2 ബട്ടണുകൾ മിസ്സാണ്. അതോടൊപ്പം ഒരു ന്യൂസ് കൂടി പുറത്തു വന്നു. അത് ട്രിവാൻഡ്രത്ത് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് ലഭിച്ചിരിക്കുന്ന മെസ്സേജാണ്. ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് മുമ്പ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1-ലധികം ആളുകൾ ചേർന്ന് വിജയലക്ഷ്മിയെ ബലാത്സംഗം ചെയ്തിരിക്കുകയാണ്. അവളുടെ ദേഹത്തുനിന്ന് ഒരു മുടിനാരിഴയും കിട്ടിയിട്ടുണ്ട്. അവളെ റേപ്പ് ചെയ്ത വ്യക്തിയുടെ DNA കണ്ടുപിടിക്കാൻ ആ മുടി മതി. ആ വിവരം അറിഞ്ഞതും ഇവിടെ മെഹബുലിന്റെ മുടി ഇവിടുത്തെ ഫോറൻസിക് ടീം ശേഖരിക്കുകയും ചെയ്തു. അവ തമ്മിൽ കമ്പയർ ചെയ്താൽ ആ നിമിഷം മെഹബുൽ ഈ കേസിൽ പ്രതിയാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. എന്തായാലും കേസ് അന്വേഷണം തുടർന്ന് അതിവേഗം നടക്കുകയാണ്. ആ കേസ് അന്വേഷണത്തിന്റെ ഒടുവിൽ കേസ് കോടതിയിലെത്തി. കോടതി സ്വാഭാവികമായിട്ടും മെഹബുലിനോട് വിവരങ്ങൾ തിരക്കുമല്ലോ. മെഹബുലിനോട് സംസാരിക്കുമ്പോൾ കോടതി പറയുന്നതൊന്നും മെഹബുലിന് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായിട്ടും കോടതി ഒരു ട്രാൻസ്ലേറ്ററെ മെഹബുലിന് അനുവദിച്ചു കൊടുത്തു. ബംഗാളി ഭാഷ നന്നായി അറിയാവുന്ന ആ കക്ഷി മെഹബുൽ ബംഗാളി പറയുന്ന കാര്യം കോടതിയെ അറിയിക്കണം. അതുപോലെ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ബംഗാളിയിൽ ആ കക്ഷി മെഹബുലിനോട് പറയുകയും വേണം. ശരിക്കും മെഹബുൽ പറഞ്ഞ കാര്യമാണോ അയാൾ കോടതിയോട് പറയുന്നതെന്ന് ആ 2 ഭാഷയെ അറിയാവുന്ന ആരെങ്കിലും കേട്ടാലും മനസ്സിലാവും. മെഹബുലിനും ജഡ്ജിക്കും അവിടെ ഇരിക്കുന്ന വക്കീലുമാർക്കും ഇത് രണ്ടും അറിയാവുന്ന ഒരു സാഹചര്യമല്ല. ആ ഇന്റർപ്രറ്റർ പറയുന്ന കാര്യങ്ങൾ ജഡ്ജി രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷം പ്രോസിക്യൂഷൻ ഡിഫൻസും ഒക്കെ മെഹബുലിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുമ്പോഴും ഇന്റർപ്രറ്ററുടെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇന്റർപ്രറ്റർ പറയുന്ന കാര്യങ്ങളാണ് അവരൊക്കെ എഴുതിയെടുത്തത്. എന്തായാലും അതിനൊക്കെ അടിസ്ഥാനത്തിലാകണം സെഷൻസ് കോർട്ടിന്റെ വിധി വന്നു. ആ വിധിയിൽ സെഷൻസ് കോർട്ട് മെഹബുല് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചേർത്തിട്ടുണ്ട്. 22-ന് അയാള് ആ ചൂളയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ട് അയാൾ നോക്കുമ്പോൾ ആ ചൂളയുടെ ഉടമ അജിത് കുമാറിന്റെ മാനേജർ പുഷ്പകുമാറും ചേർന്ന് ഒരു സ്ത്രീയെ പിടിച്ചു വെച്ചിരിക്കുന്നതാണ് അയാൾ കണ്ടത്. ശരിക്കും അയാള് അമ്പരപ്പോടെ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ സ്ത്രീയെ അവര് 2 ചേർന്ന് റേപ്പ് ചെയ്യാണ്. ആ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവള് അലറി വിളിക്കാതിരിക്കാൻ അവളുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഏകദേശം ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനും അവിടെ ഉണ്ട്. അവന്റെ പേര് രാജേഷ് എന്നാണ്. രാജേഷ്, പുഷ്പകുമാർ, അജിത്ത് അവര് 3 പേരും ചേർന്ന് ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്നിടയിൽ അവളുടെ വാ പൊത്തിപ്പിടിക്കുകയും അവളെ കരഞ്ഞപ്പോൾ കഴുത്തിലേക്ക് പിടിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ആ സ്ത്രീ മരിച്ചു. അത് വിജയലക്ഷ്മിയാണ്. അവൾ മരിച്ചതും ആ സംഭവം മെഹബുല് കണ്ടെന്ന് മനസ്സിലാക്കിയ അജിത്തും പുഷ്പകുമാറും ചേർന്ന് കത്തി അയാളുടെ കഴുത്തിലേക്ക് ചൂണ്ടിയിട്ട് അവർ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അയാള് ഈ വിജയലക്ഷ്മിയെ ഒരു ചാക്കിലേക്ക് കയറ്റി. അവരെല്ലാരും കൂടി ചേർന്നാണ് ആ ചാക്കിനകത്ത് ചുടുകല്ലും അതുപോലെ
കരിങ്കല്ലൊക്കെ നിറയ്ക്കുന്നത്. അത് കെട്ടിന് ശേഷം അവർ പറഞ്ഞ സ്ഥലത്ത് ആ ചാക്ക് തള്ളിയിട്ട് അയാൾ പോവാൻ ശ്രമിച്ചപ്പോൾ അയാൾ പോവാൻ സമ്മതിക്കാതെ ഒരു സ്ഥലത്ത് അയാൾ പൂട്ടിയിടുകയായിരുന്നു. നേരം പുലർന്നതും മെഹബൂലിനോട് കുളിച്ച് റെഡിയായി നോർമലായി ജോലി ചെയ്യാൻ അജിത് കുമാർ ആവശ്യപ്പെട്ടു. അങ്ങനെ മെഹബൂല് ജോലി തുടങ്ങി. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രസന്നകുമാർ അവിടെ വന്ന് ഇവിടെ ഒരു മരണം നടന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്നിനി പണിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പ്രസന്നകുമാർ ചൂളപ്പണി കഴിഞ്ഞതല്ലേ, നീ പോയി കുളിച്ചിട്ട് വാന്ന് മെഹബൂലിനോട് പറഞ്ഞു. അവൻ കുളിച്ചിട്ട് വന്നപ്പോൾ അവന്റെ ഷർട്ടിലെ ബട്ടൺസ് 2 എണ്ണം കാണാനില്ല. അവൻ അവിടേക്ക് നോക്കിയെങ്കിലും ആ ബട്ടൺസ് എവിടെ പോയെന്ന് അവനൊരു പിടിയും കിട്ടിയില്ല. അവൻ ആ ഷർട്ട് മാറ്റിവെച്ച് വേറൊരു ഷർട്ട് ഇട്ടു. ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ ബോഡി നാട്ടുകാർ കണ്ടെത്തിയിരുന്നു. അതിനുശേഷം പോലീസ് എത്തി ഫോറൻസിക് പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും തലേദിവസം താൻ കണ്ട കാര്യങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മെഹബൂൽ എത്തിയിരിക്കുകയാണ്. അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ അവനെ കൊലക്കുറ്റത്തിൽ പ്രതിയാക്കുമെന്ന് അജിത്ത് അവനോട് പറഞ്ഞിട്ടുണ്ട്. അവനങ്ങനെ ഭയന്ന് നിൽക്കുമ്പോഴാണ് പോലീസ് അവനടുത്ത് വരുന്നതും അവനെ പിടികൂടുന്നതും. അപ്പോഴേക്കും 23 വൈകുന്നേരമായിരുന്നു. പിന്നീട് അവൻ അമ്പരിപ്പിക്കുന്ന ചില കാര്യങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. അത് 24-നാണ്. 24-ന് അവനെ കൊണ്ട് തെളിവെടുപ്പിന് വന്ന സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നകുമാർ പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ചുടുകല്ല് അവൻ മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു മാല ഇരിക്കുന്നുണ്ട്. അവൻ ആ മാല കയ്യിലെടുത്തു. അവൻ മാല ആ ചുടുകലിന്റെ അടിയിൽ നിന്ന് എടുക്കുന്നത് ഒരുപാട് ആളുകൾ കണ്ടു. അപ്പോഴും സംഭവത്തിന്റെ തീവ്രത മെഹബൂലിന് മനസ്സിലായിട്ടുണ്ടാകുന്നില്ല. മെഹബൂല് അതിനുശേഷം ആ പോലീസുകാർ പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും ശരിക്കും താൻ പ്രതിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവന് അറിവുണ്ടായിരുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് മെഹബൂലിന്റെ മൊഴിയായി ആ വിധി പകർപ്പിനകത്ത് സെഷൻസ് കോർട്ട് ചേർത്തിരിക്കുന്നത്. 2010 ഫെബ്രുവരിയിലാണ് സെഷൻസ് കോർട്ട് ആ വിധി പകർപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷെ ആ വിധിയുടെ ബാക്കി ഭാഗത്ത് സെഷൻസ് കോർട്ട് അസന്നിഗ്ധമായി ഒരു കാര്യം പറഞ്ഞു. മെഹബൂലാണ് വിജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയത്. അത് പ്രോസിക്യൂഷൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കോടതിയിൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. മെഹബൂലും മെഹബൂലിന്റെ കൂട്ടുകാരനും ആ കടയുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് ചായക്കടക്കാരൻ കണ്ടിട്ടുണ്ട്. മെഹബൂലിനെയും ആ കൂട്ടുകാരനെയും കാണുന്നതിനും ഏതാനും മിനിറ്റ് മുമ്പ് അതേ വഴിയിലൂടെ വിജയലക്ഷ്മി കടന്നുപോയിരുന്നു. വിജയലക്ഷ്മിയുടെ തൊട്ടുപുറകെ ആ കുറ്റവാളികൾ ഉണ്ടായിരുന്നു എന്നതിന്റെ സൂചനയായിട്ട് ആ മൊഴിയെ കാണാം. അതിനു പുറമെ അജിത് കുമാർ പോലീസ് നൽകിയിരിക്കുന്ന ഒരു മൊഴിയുണ്ട്. അജിത് കുമാറിനോട് 500 രൂപ മെഹബൂല് അഡ്വാൻസ് ചോദിച്ചിരുന്നു. 2006-ൽ 500 രൂപയ്ക്ക് കുറെ കൂടി പ്രാധാന്യമുണ്ട്. അജിത് കുമാർ ആ പണം കൊടുത്തില്ല. അതേ 500 രൂപയ്ക്ക് വേണ്ടി മെഹബൂൽ വേറെയും 1-2 ആളുകളോട് ചോദിച്ചിരുന്നതായി അവരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനു പുറമെ അജിത് കുമാറിന്റെ ആ ശ്രീദേവി ഇഷ്ടിക ചുള്ളയിലെ ഒരു വർക്കർ ഈ ബുല്ലുവിനെയും മെഹബൂലിനെയും ആ ബണ്ട് റോഡിലെ കലിങ്കിന്റെ അടുത്ത് വെച്ച് വൈകുന്നേരം 6 മണിയോടുകൂടി കണ്ടുവെന്ന മൊഴി കൂടി നൽകിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ അവരുടെ വാദം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 500 രൂപ അടിയന്തരമായി ആവശ്യമുണ്ടായിരുന്ന മെഹബൂൽ ആ പണം കിട്ടാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഒരു മാല അണിഞ്ഞ് നടന്നു പോകുന്ന വിജയലക്ഷ്മി അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ വിജയലക്ഷ്മിയുടെ പുറകെ കൂടി അവളെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ആ മാല എടുക്കുകയായിരുന്നു. അതിനിടയിൽ അവൻ അവളെ റേപ്പ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ബുല്ലുവിന്റെ കേസിൽ പ്രോസിക്യൂഷന് പൂർണ്ണമായും വിജയിക്കാൻ പറ്റിയിട്ടില്ല. ബുല്ലു ഈ കാര്യത്തിൽ ഇടപെട്ടു എന്ന് തെളിയിക്കാൻ കഴിയുന്ന സപ്ലിമെന്ററി എവിഡൻസുകൾ ഒന്നുമില്ല. മെഹബൂലിന്റെ ഷർട്ടിലെ ബട്ടണുകൾ അതുപോലെ തലമുടി ഇത് രണ്ടും തെളിവാണ്. ബുല്ലുവുമായി ബന്ധപ്പെട്ട അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് ബുല്ലുവിനെ വെറുതെ വിട്ട ആ സെഷൻസ് കോർട്ട് 27 കൊല്ലത്തെ ജീവപര്യന്തം തടവിന് മെഹബൂലിനെ വിധിച്ചു. മെഹബൂലിന് 27 കൊല്ലത്തെ തടവ് വിധിച്ചപ്പോൾ ശരിക്കും ആ കോടതി മുറിയിൽ മെഹബൂല് ആകെ ഞെട്ടി. അവൻ അപ്പോഴും സംഭവം മനസ്സിലായിട്ടില്ല. ഈ വാർത്താ പത്രങ്ങളിൽ വൻ പ്രാധാന്യത്തോടെ അടിച്ചു വരികയും ചെയ്തു. മൈഗ്രന്റ് വർക്കേഴ്സ്, പ്രത്യേകിച്ച് ഈ ബംഗാളികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ വിജയലക്ഷ്മി കൊലക്കേസ് എന്ന ശൈലിയിലെ അവതരണം. പക്ഷേ ഈ കേസിന്റെ വിധി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചത് വിജയലക്ഷ്മിയുടെ പിതാവ് ചന്ദ്രദാസിനെയും അദ്ദേഹത്തിന്റെ മക്കളെയും ഭാര്യയൊക്കെയാണ്. അവർക്ക് ഈ വിധിയെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മെഹബൂലിനെ അവർക്ക് വലിയ പരിചയമൊന്നുമില്ല. പക്ഷെ അവന്റെ ബോഡി ലാംഗ്വേജും അവന്റെ കോടതിയിലെ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ അവർക്കൊരു സംശയം. ശരിക്കും അവൻ ഈ കേസിൽ പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ് അവർക്കുള്ളത്. അത് മാത്രമല്ല, ചന്ദ്രദാസ് പോലീസിനോട് പല കാര്യങ്ങളും ഇതിനിടയിൽ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഒന്നും തന്നെ പോലീസ് അന്വേഷിച്ചിട്ടില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം, ബോഡി കണ്ടെടുത്ത ആ പോയിന്റിൽ പോലീസ് നായ ആ ബോഡി മണപ്പിച്ചിരുന്നു. അതിനുശേഷം ആ പോലീസ് നായ ഓടിച്ചെന്നത് ആ
ചുടുകല്ല് നിർമ്മാണ ചൂളയിലേക്കാണ്. അവിടെ നിന്ന് അജിത് കുമാറിന്റെ വീടിന്റെ അടുത്തേക്ക് ആ നായ ഓടിയിട്ടുണ്ട്. അതേപോലെ ആ മാനേജറുടെ വീടിന്റെ അടുത്തേക്ക്. ആ കാര്യങ്ങൾ ഒരിക്കൽ പോലും സർക്കിൾ ഇൻസ്പെക്ടറോ ഡിവൈഎസ്പിയോ അന്വേഷിച്ചിട്ടില്ല. ശാസ്താംകോട്ട പോലീസിന്റെ താഴെത്തട്ടുള്ള ആളുകൾ തീരെ ആ കാര്യം പരിഗണിച്ചിട്ടില്ല. പലതവണ ചന്ദ്രദാസ് അതൊന്ന് അന്വേഷിക്കണം, ആ ആംഗിൾ കൂടി ഒന്ന് നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരത് പരിഗണിച്ചിട്ടേയില്ല. ചന്ദ്രദാസ് രണ്ടാമത് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ ബംഗാളി വർക്കേഴ്സിന്റെ ഒരു രീതിയാണ്. ക്രൈം നടത്തിയത് അവരാണെങ്കിൽ രാഖി രാമനും അവർ സ്ഥലം വിട്ടനെ. പക്ഷെ ഇവിടെ മെഹബൂലും ബുലും സ്ഥലം വിട്ടിട്ടില്ല. അവരാണ് ആ കുറ്റകൃത്യം ചെയ്തെങ്കിൽ അവർ സ്ഥലം വിടേണ്ടതാണ്. സ്ഥലം വിട്ടില്ലെന്ന് മാത്രമല്ല, രാവിലെ അവർ പണിയെടുക്കാനുണ്ടായിരുന്നു. ഈ ബോഡി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഫാക്ടറി അവസാനിപ്പിച്ചപ്പോഴാണ് അവര് കുളിച്ച് വൃത്തിയാക്കാനൊക്കെ പോയത്. കുളിച്ച് വൃത്തിയായി ഈ പെൺകുട്ടി മരിച്ച ഭാഗത്തൊക്കെ അവർ വരികയും ചെയ്തു. അവർ വളരെ കൂളായി കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശരിക്കും പോലീസ് അന്ന് വൈകുന്നേരം മെഹബൂലിനെ അറസ്റ്റ് ചെയ്യുന്നതും തുടർന്ന് അവന്റെ കൂട്ടുകാരനെ പോക്കുന്നതും. അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ചന്ദ്രദാസിന് ഫീൽ ചെയ്യാണ്. മൂന്നാമത്തെ കാര്യം, ചന്ദ്രദാസ് പറയുന്നത് ശരിക്കും നിർണായകമായ ഒരു കാര്യമാണ്. ചന്ദ്രദാസിനും ഒപ്പമുള്ള ആളുകളുമാണ് മുങ്ങൽ വിദഗ്ധനെ ഇറക്കി ആ കുളത്തിൽ നിന്ന് ചാക്ക് വലിച്ച് മുകളിലേക്ക് കയറ്റുന്നത്. ആ ചാക്ക് അവർ വലിച്ചു കയറ്റിയതിനു ശേഷമാണ് സർക്കിൾ ഇൻസ്പെക്ടർ സംഭവ സ്ഥലത്തെത്തുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് അങ്ങനെ നടന്നു. അതിന് തൊട്ടു മുമ്പ് ചന്ദ്രദാസും ടീമും ചേർന്ന് ആ ബണ്ട് റോഡ് അരിച്ച് പറക്കിയതാണ്. പക്ഷെ പിറ്റേന്ന് അതേ സ്ഥലത്തുനിന്ന് വളരെ സിമ്പിൾ ആയിട്ട് ബട്ടണും ചെരുപ്പും ഒക്കെ അവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തു. ആ ചെരുപ്പും ആ ബട്ടണും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ചന്ദ്രദാസിന് 100% ഉറപ്പാണ്. പിറ്റേ ദിവസം ആരോ അതവിടെ കൊണ്ടിട്ടതാണ്. അതുപോലെ തന്നെ ആ മാല കണ്ടെടുത്ത സംഭവം അതും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ആ ഭാഗമൊക്കെ തലേദിവസം പരിശോധിച്ചതാണ്. അങ്ങനെ ഒരു മാല കല്ലിനടിയിൽ അങ്ങനെ ഒളിപ്പിച്ചു വെക്കാൻ മെഹബൂലിന് വട്ടുണ്ടോ? മെഹബൂലിന് ആ മാല ഒളിപ്പിക്കാൻ വേറെ 100,000 സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് ഒളിപ്പിക്കാതെ ഈ പോലീസ് ആ മാല കണ്ടെടുത്ത സ്ഥലത്ത് തന്നെ മെഹബൂല് ആ മാല കൊണ്ട് ഒളിപ്പിക്കാൻ ഒരു സാധ്യതയുമില്ല. സാധാരണഗതിയിൽ കോമൺ സെൻസ് ഉള്ള ഒരാളും അത് ചെയ്യില്ല. മെഹബൂല് അല്ല ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫീല് ചന്ദ്രദാസിന് ആ കേസന്വേഷണം തുടങ്ങിയ സമയം മുതൽ മനസ്സിന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. ചന്ദ്രദാസിന് മാത്രമല്ല, ചന്ദ്രദാസുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ട്. പക്ഷേ അത് ചന്ദ്രദാസ് പോലീസിനോട് പറഞ്ഞപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതിന്റെ കാരണം ശിക്ഷാവിധി വന്നപ്പോൾ ചന്ദ്രദാസ് പത്രങ്ങളിൽ പറയുകയും ചെയ്തു. ഈ കേസ് അന്വേഷിച്ച സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നപിള്ളയും അതുപോലെ ഡിവൈഎസ്പിയും നായർ സമുദായ അംഗങ്ങളാണ്. അതുപോലെ തന്നെയാണ് പ്രതികളായി ആരോപിക്കപ്പെട്ടിരിക്കുന്ന അജിത് കുമാറും അതുപോലെ പുഷ്പകുമാറും. അതുമാത്രമല്ല, അജിത് കുമാർ CPM-ന്റെ ഒരു ലോക്കൽ നേതാവാണ്. ഭരിക്കുന്നത് CPM സർക്കാരുമാണ്. CPM സർക്കാരിൽ നല്ല സ്വാധീനമുള്ള ആരൊക്കെയോ ഇടപെട്ട് പാർട്ടി അംഗമായ അജിത് കുമാറിനെ സംരക്ഷിച്ചതാണെന്നാണ് 2010 സെഷൻസിന്റെ വിധി വന്നപ്പോൾ ചന്ദ്രദാസ് പത്രക്കാരോട് പറഞ്ഞത്. അതിനും അപ്പുറത്തേക്ക് ചന്ദ്രദാസ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ആ ബോഡി കിട്ടിയ സ്ഥലമാണ്. ആ ചാക്ക് കിട്ടിയ സ്ഥലത്തിന് ചേർന്നാണ് ചൂള ഇരിക്കുന്നത്. ശരിക്കും ആ ചാക്ക് അവര് മുങ്ങിയെടുക്കുമ്പോൾ ഒട്ടും താഴ്ചയില്ലാത്ത ഭാഗത്ത് നിന്നാണ് മുങ്ങിയെടുത്തത്. അതേ കുളത്തിൽ നല്ല താഴ്ചയുള്ള ഒരുപാട് സ്ഥലമുണ്ട്. ആരും കാണാതെ ആ ബോഡി മറവ് ചെയ്യാനായിരുന്നു ആ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചതെങ്കിൽ കുളത്തിന്റെ ഉള്ളിലേക്ക് നടക്ക് അതുകൊണ്ട് ഈസി ആയിട്ട് കളയാമായിരുന്നു. അതായിരുന്നില്ല ലക്ഷ്യം. തൽക്കാലത്തേക്ക് ആ ചാക്ക് അവിടെ ആ കുളത്തിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചതാണ്. അതിന്റെ കാരണം ആ ശ്രീദേവി ചൂളയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ശരിക്കും വിജയലക്ഷ്മിയെ കാണാതെ പോകുന്നത് 22-ാം തീയതിയാണ്. അന്ന് ഒരു വെള്ളിയാഴ്ചയാണ്. ഈ ശ്രീദേവി ചൂളയിൽ എല്ലാ ശനിയാഴ്ചയുമാണ് ചൂള തെളിക്കുക. കല്ലുകളൊക്കെ ഉണ്ടാക്കി അടുക്കിന് ശേഷം ചൂളയ്ക്ക് തീ കൊടുക്കുന്നത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ആ ചൂള കത്തിക്കുമ്പോൾ ആ ചാക്കിനകത്തുള്ള വിജയലക്ഷ്മി കൂടി എടുത്ത് ആ ചൂളക്കകത്തേക്ക് വെച്ചാൽ ഒരു തെളിവും അവശേഷിക്കാത്ത ശൈലിയിൽ വിജയലക്ഷ്മി വെന്ത് വെണ്ണീറാവും. പിന്നീട് തെളിവിന് പോലും വിജയലക്ഷ്മി അവശേഷിക്കില്ല. അങ്ങനെ ആ ശനിയാഴ്ച ബോഡി കത്തിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ അജിത് കുമാറും അയാളുടെ സഹായിയും ചേർന്ന് ആ ബോഡി ആ കുളത്തിൽ പതുക്കെ ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചത്. അതെ, സൂക്ഷിച്ചു വെക്കുകയാണ് യഥാർത്ഥത്തിൽ അജിത്തും അയാളുടെ സഹായം ചെയ്തത്. ചന്ദ്രദാസ് ഈ അഭിപ്രായം 2010 മാധ്യമങ്ങളോട് പറയുന്നതിന് മുന്നേ അനവധി തവണ പോലീസുകാരോടും അതുപോലെ രാഷ്ട്രീയക്കാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരാരും പരിഗണിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗീത എന്ന പത്രപ്രവർത്തക ചന്ദ്രദാസ് ഈ പത്രക്കാരോട് പറഞ്ഞ കാര്യം യാദൃശ്യവശാൽ വായിക്കുന്നത്. അവര് ആ വാർത്ത വായിച്ചപ്പോൾ മെഹബൂലിനെതിരെയുള്ള സെഷൻസ് കോടതി വിധി പകർപ്പ് ഒന്ന് എടുത്ത് അത് പൂർണ്ണമായും ഒന്ന് വായിച്ചു പഠിച്ചു. ആ വിധി പകർപ്പിലൂടെ കടന്നുപോയ ആ പത്രലേഖക ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവരെ
ആദ്യം ഞെട്ടിച്ചത് ഒരു സിമ്പിൾ കാര്യമാണ്. സെഷൻസ് കോർട്ട് ബുല്ലുവിനെ വെറുതെ വിട്ടിരിക്കുകയാണ്. അതേസമയത്ത് മെഹബൂലിനെ 27 കൊല്ലത്തേക്ക് ജീവപര്യന്തം തടവ് നൽകി ശിക്ഷിച്ചിട്ടുമുണ്ട്. മെഹബൂലിനെ ശിക്ഷിക്കുകയും ബുല്ലുവിനെ വെറുതെ വിടുകയും ചെയ്ത കോടതി അങ്ങനെ വിധിക്കാനായി ആസ്പദമാക്കിയ കാര്യങ്ങളിൽ ഒരെണ്ണം വിജയലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. വിജയലക്ഷ്മി കൊല്ലപ്പെടുന്നതിന് മുമ്പ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ഒന്നിലധികം ആളുകളാൽ. അനവധി ആളുകൾ ചേർന്ന് വിജയലക്ഷ്മിയെ റേപ്പ് ചെയ്തു എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശ്രീദേവി അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഒരു ആള് മാത്രം എങ്ങനെ കുറ്റക്കാരനാകും? വിജയലക്ഷ്മി റേപ്പ് ചെയ്ത ബാക്കി ആളുകൾ എവിടെ? അതിനെക്കുറിച്ച് ഒരു സൂചനയും സെഷൻസിന്റെ ആ വിധിയിൽ എന്തേ വരാത്തത്? സ്വാഭാവികമായിട്ടും അതൊരു വലിയ സംശയമാണ്. രണ്ടാമത്തെ കാര്യം, അന്വേഷണം നടത്തിയ ഏജൻസിയും അതുപോലെ ഫോറൻസിക്കും പറയുന്ന ചില കാര്യങ്ങളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മെഹബൂലിനെ അറസ്റ്റ് ചെയ്തെന്നാണ് പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. പ്രോസിക്യൂഷൻ അങ്ങനെയാണ് വാദിച്ചത്. പക്ഷേ 23-ാം തീയതി വൈകുന്നേരമേ മെഹബൂൽ പോലീസ് കസ്റ്റഡിയിൽ ആയിരുന്നു എന്നതിന് തെളിവുണ്ട്. തെളിവുകളായി പോലീസ് കണ്ടെത്തുന്ന ആ ബട്ടൺസ് ഒക്കെ കിട്ടുന്നത് പിറ്റേ ദിവസം 24-നാണ്. അങ്ങനെ പറഞ്ഞ പോലീസ് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഫോറൻസിക് ടീം പരിശോധിച്ചത് 25-നാണെന്ന്. എന്നാൽ ഫോറൻസിക്കാര് കോടതിയിൽ നൽകിയ മൊഴിയിൽ അവർ പറയുന്നത് അവർ 24-ന് വന്നു എന്നാണ്. അറസ്റ്റ് ചെയ്ത തീയതി, ഫോറൻസിക്കാര് വന്ന ഡേറ്റ്, തെളിവുകൾ എല്ലാം ശരിക്കും കോൺട്രഡിക്ടറി ആണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മെഹബൂലിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ശരിക്കും തെളിവുകൾ കിട്ടുന്ന പിറ്റേ ദിവസമാണ്, അറസ്റ്റ് ചെയ്തതിന്റെ പിറ്റേ ദിവസം. മെഹബൂലിന്റെ ഷർട്ടിൽ നിന്ന് ഇളക്കിയെടുത്ത ബട്ടൺസ് പോലീസ് തന്നെ അവിടെ കൊണ്ടിട്ടിട്ട് പോലീസ് തന്നെ മെഹബൂലിനെ കൊണ്ട് ഇടിപ്പിച്ചു എന്ന കഥ മെഹബൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കഥ സെഷൻസ് മൈൻഡ് ചെയ്തിട്ടില്ല. മൂന്നാമത്തെ കാര്യം, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശ്രീദേവിയും ടീമും കണ്ടെത്തിയ ഒരു മുടിനാരുണ്ട്. ആ മുടിനാരും മെഹബൂലിന്റെ കയ്യിൽ നിന്ന് ഫോറൻസിക് ടീം കളക്ട് ചെയ്ത മുടിനാരും അത് രണ്ടും ലാബിൽ അയച്ച് പരിശോധിച്ച് കമ്പയർ ചെയ്ത് രണ്ടും ഒരാളുടേതാണെന്ന് ഉറപ്പാക്കുമ്പോഴാണ് ആ വിജയലക്ഷ്മിയുടെ ബോഡിയിൽ മെഹബൂൽ തൊട്ടു എന്ന് തെളിയുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അത് രണ്ടും ലാബിലേക്ക് അയച്ച് ടെസ്റ്റ് ചെയ്തിട്ടില്ല. അമ്പരപ്പിക്കുന്ന ഒരു വീഴ്ചയാണത്. വളരെ കാര്യമായിട്ട് വലിയ കോലാഹലം ഉണ്ടാക്കി കട്ട് ചെയ്തെടുത്തതാണ് മെഹബൂലിന്റെ തലമുടി. ആ തലമുടി ഫോറൻസിക്കാർ ശേഖരിച്ചു എന്നൊക്കെ വലിയ വാർത്താ പത്രങ്ങളിൽ അന്ന് വന്നതാണ്. പക്ഷെ ആ തലമുടിയെ ലാബിൽ ടെസ്റ്റ് നടത്തി ബോഡി നീട്ടിയ തലമുടിയുമായി ഒന്ന് യോജിപ്പിക്കണ്ടേ? DNA യോജിച്ചാലല്ലേ പ്രതി മെഹബൂലാണെന്ന് വരത്തുള്ളൂ. ആ ഭാഗം പോലീസ് മനഃപൂർവ്വം അങ്ങ് ഒഴിവാക്കിയിരിക്കുകയാണ്. ശരിക്കും ഇതിനേക്കാളേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഡിസംബർ 23-ന് വൈകുന്നേരം മെഹബൂൽ അറസ്റ്റിലായി എന്നുള്ളതാണ് സത്യം. ഡിസംബർ 24-നാണ് തെളിവുകൾ കണ്ടെത്തുന്നത്. 24-ന് വൈകിട്ട് തന്നെ വിജയലക്ഷ്മി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം തിരുവനന്തപുരത്ത് വിജയലക്ഷ്മിയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ശ്രീദേവി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരാള് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റേപ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ സാധാരണഗതിയിൽ ഏത് പോലീസുകാരും ചെയ്യുന്നത് ഒരു മെഡിക്കൽ ടെസ്റ്റാണ്. ഏത് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോഴും മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കണമെന്നുണ്ട്. പക്ഷേ മെഡിക്കൽ ടെസ്റ്റിന് ഈ മെഹബൂലിനെ പോലീസ് വിധേയമാക്കിയിരിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. 2007 ജനുവരി 1-നാണ് പോലീസ് മെഹബൂലിനെ മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുവരുന്നത്. പക്ഷെ അതുപോലും പോലീസിന്റെ റെക്കോർഡിലാണ് ഉള്ളത്. 2007 ജനുവരി 1 വരെ, അതായത് ഒരാഴ്ചയോളം എന്തിനായിരിക്കാം പോലീസ് കാത്തുന്നത്? ഒരു പ്രതിയെ കിട്ടിയാൽ ഉറപ്പായും മെഡിക്കൽ ടെസ്റ്റിന് ആ ആളെ വിധേയമാക്കണം. പ്രത്യേകിച്ച് ഇവിടെ റേപ്പ് കേസ് പറഞ്ഞിരിക്കുകയാണ്. റേപ്പ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സെമന്റെ സാന്നിധ്യം ആ മരിച്ച വ്യക്തിയുടെ ബോഡിയിൽ ഉണ്ടാകേണ്ടതാണ്. ആ സെമൻ ഈ മെഹബൂലുമായി കണക്റ്റഡ് ആണോ എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കേണ്ടതുമാണ്. അങ്ങനെ ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും സെഷൻസ് ബോധേടുമായിരുന്നില്ല. സെഷൻസിന്റെ ഈ വിധി തികച്ചും പക്ഷപാതപരവും നിരുത്തരവാദപരവുമായ ഒരു കോടതി വിധിയായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ആ വിധിപ്പകർപ്പിലൂടെ കടന്നുപോയപ്പോൾ ശരിക്കും മാധ്യമത്തിന്റെ ആ ലേഖിക ഗീതയ്ക്ക് അങ്ങനെയാണ് തോന്നിയത്. അവര് ഉടൻ ഈ ആളുകളെ ഒന്നൊന്നായി കാണാൻ തീരുമാനിച്ചു. ആദ്യം കാണാൻ തീരുമാനിച്ചത് സാക്ഷൽ മെഹബൂലിനെയാണ്. മെഹബൂൽ ഈ സമയത്ത് തിരുവനന്തപുരത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിലാണ്. അവൻ 2006 ഡിസംബർ 23 മുതൽ പോലീസിന്റെ പിടിയിലാണ്. അതിനുശേഷം അവന് ജാമ്യത്തിൽ പുറത്തിറങ്ങാൻ പറ്റിയിട്ടേയില്ല. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവനെ കാണാമെന്ന ഗീത അവൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടത്തിലാണ്. അവൻ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഒരെണ്ണം സ്വാഭാവികമായും ഗീതയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് മെഡിക്കൽ പരിശോധനയെക്കുറിച്ചുള്ള മെഹബൂലിന്റെ അഭിപ്രായമാണ്. മെഹബൂലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് പോലീസ് വിധേയമാക്കിയിട്ടില്ല. ഇത്രയും പ്രമാദമായ ഒരു കേസിൽ പ്രതിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ആ പ്രതി തന്നെ കോടതിയെ പറഞ്ഞിട്ടും കോടതി അത് മുഖവിലേക്ക് എടുത്തില്ല. അല്ലെങ്കിൽ പ്രതി പറഞ്ഞത് എന്താണെന്ന് കോടതിക്ക് മനസ്സിലായില്ലെന്ന് പറയാം. ഒരു ട്രാൻസ്ലേറ്റർ ആണല്ലോ ഈ മെഹബൂലിന്റെ
വാക്കുകൾ വിവർത്തനം ചെയ്ത് ജഡ്ജിയെ അറിയിക്കുന്നത്. ജഡ്ജിയോട് അദ്ദേഹം എന്ത് പറഞ്ഞുവെന്ന് മെഹബൂൽ എന്ത് പറഞ്ഞെന്ന് ജഡ്ജിക്കും അറിയാത്തതുകൊണ്ട് ആ ട്രാൻസ്ലേറ്റർ പറഞ്ഞ കാര്യം ജഡ്ജി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തായാലും മെഹബൂലിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്ന് മെഹബൂൽ പറയുമ്പോൾ അതൊരു വല്ലാത്ത കൃത്യവിലോപമാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് മെഹബൂലിനെ പ്രതിയാക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. രണ്ടാമത് മെഹബൂല് ഗീതയോട് പറഞ്ഞത് അവന്റെ ഷർട്ടിലെ ബട്ടണുകളുടെ കാര്യമാണ്. അവന്റെ ഷർട്ടിൽ ബട്ടൺ ഉണ്ടായിരുന്നു. അവൻ കുളിക്കാൻ പോകുമ്പോൾ അവൻ ആ ഷർട്ട് ഊരി അവന്റെ മുറിയിൽ ഇട്ടിട്ടാ പോയത്. കുളിച്ചിട്ട് അവൻ വരുമ്പോൾ ആ ഷർട്ടിൽ ബട്ടണില്ല. അവനെ മനഃപൂർവ്വം പ്രസന്നകുമാർ കുളിക്കാനായി പറഞ്ഞു വിട്ടതാണ്. തിരിച്ചു വന്നപ്പോൾ ഷർട്ടിൽ ബട്ടണില്ല. അവൻ അവിടെ തറയിലേക്ക് നോക്കി, ആ ബട്ടൺ അവന് കിട്ടിയില്ല. അവൻ അതുകൊണ്ടാണ് വേറൊരു ഷർട്ട് എടുത്തിട്ടത്. പക്ഷേ ആ ഷർട്ടിലെ ബട്ടൺ പിന്നീട് അവൻ കണ്ടു. അവനെ കൊണ്ട് പോലീസ് തെളിവെടുപ്പിന് ചെന്നപ്പോൾ ആ ചാക്ക് കണ്ട ഭാഗത്തിനടുത്തായി അവൻ ആ ബട്ടൺ കണ്ടു. അവനെ ബോധപൂർവം കൊടുക്കാനായി അവന്റെ ഷർട്ടിൽ നിന്ന് ഇളക്കി എടുത്തുകൊണ്ടുപോയ ആ ബട്ടൺ അവനെ കൊണ്ട് തന്നെ അവിടുന്ന് പോലീസ് എടുപ്പിക്കുകയായിരുന്നു. പ്രസന്നകുമാർ എന്ന വ്യക്തി ശരിക്കും പ്ലാൻ ചെയ്ത് അവനെ കുളിപ്പിക്കാൻ കയറ്റി ബട്ടൺ ഇളക്കി പോലീസുമായി ഒത്തുചേർന്ന് കളിച്ചത് കൊണ്ടാണ് ആ ബട്ടണ് ആ കുളക്കരയിൽ നിന്ന് പോലീസ് കണ്ടെടുക്കുന്നത്. മെഹബൂല് ആ കാര്യം ഗീതയോട് പറഞ്ഞു. ശരിക്കും മെഹബൂലിന് ഒരുപാട് കാര്യങ്ങൾ ഗീതയോട് പറയാനുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഗീത അനവധി ദിവസങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഭാഗമായി കളക്ട് ചെയ്തതിനു ശേഷം ഗീത കാണാനെത്തിയത് ചന്ദ്രദാസിനെയാണ്. ചന്ദ്രദാസും അതുപോലെ ശശികുമാറും ഗീതയോട് തുടക്കം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് തുടക്കത്തിലെ തന്നെ പോലീസ് കള്ളക്കളി കളിക്കുകയാണെന്ന് ഫീൽ ചെയ്തതാണ്. അവരുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് ആ പോലീസ് നായുടെ ഓട്ടവും പ്രസന്നകുമാറിന്റെയും അതുപോലെ അജിത്തിന്റെയും വീട്ടിലേക്കുള്ള അതിന്റെ എത്തിനോട്ടമൊക്കെ. എന്തുകൊണ്ടോ പോലീസ് അത് അന്വേഷിച്ചില്ല. വേറെയും ഒരുപാട് കാര്യങ്ങൾ സംശയത്തിന്റെ കണ്ണിലൂടെ ചന്ദ്രദാസ് കണ്ടിരുന്നു. ചന്ദ്രദാസ് പരിശോധിച്ച സ്ഥലത്ത് പിറ്റേ ദിവസം തികച്ചും അപ്രത്യക്ഷമായി ചെരുപ്പൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ അസംഭവ്യമാണത്. ആ ചെരുപ്പ് പിറ്റേ ദിവസം അവിടെ കൊണ്ടിട്ടതാണ്. അക്കാര്യത്തിൽ ചന്ദ്രദാസിനോ മക്കൾക്കോ ഒരു സംശയവുമില്ല. നാട്ടുകാരിൽ പലരും ചന്ദ്രദാസിനോട് അക്കാര്യം പറയുകയും ചെയ്തു. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്. ഒരുപാട് പേരുടെ കൂട്ടായ യത്നത്തിന്റെ ഫലമായി വളരെയേറെ ആലോചിച്ചുറച്ച് ഫാബ്രിക്കേറ്റ് ചെയ്ത് ഒരു കഥയുണ്ടാക്കി ആ കഥയിൽ മെഹബൂലിനെ പെടുത്തി മറ്റാരേക്ക് രക്ഷിച്ചിരിക്കുകയാണ്. ചന്ദ്രദാസനും അദ്ദേഹത്തിന്റെ മകനും വീട്ടുകാർക്കും അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അവരങ്ങനെ തന്നെ ഗീതയോട് അത് പറയുകയും ചെയ്തു. ഗീത തുടർന്ന് അനവധി ആളുകളിൽ നിന്ന് വിവരം ശേഖരിച്ചു. ആ ചായക്കടക്കാരനും അതുപോലെ ആ ഫാക്ടറിയിലെ ജീവനക്കാരും ഒക്കെ സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കാൻ കഴിയുന്ന കക്ഷികളാണ്. ബുല്ലു യഥാർത്ഥത്തിൽ ഈ വിഷയവുമായി ഒരു തരത്തിലും ബന്ധമുള്ള ആളേ അല്ല. അവൻ ആ വിജയലക്ഷ്മിയെ കൊല്ലപ്പെടുന്നത് അറിഞ്ഞിട്ട് പോലുമുള്ള ആളല്ല. എന്നിട്ടും മെഹബൂലിന്റെ കൂട്ടുകാരൻ എന്ന നിലയിൽ അജിത് കുമാറും അയാളുടെ കൂട്ടുകാരനും ചേർന്ന് അവനെ കൂടി പ്രതിയാക്കിയതാണ്. പക്ഷെ കോടതി അത് കണ്ടെത്തി അയാളെ വെറുതെ വിട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിനിടയിൽ കുറെ നാള് ബുല്ലു അകത്തായിരുന്നു. ഈ കേസുകൾ അന്വേഷിച്ച സർക്കിൾ ഇൻസ്പെക്ടറോടും ഡിവൈഎസ്പിയോടും അതുപോലെ ഈ കേസിൽ പ്രതികളായി വന്ന ആളുകളോടൊക്കെ ഗീത വിവരങ്ങൾ ശേഖരിച്ചു. അല്ലെങ്കിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളോടും അജിത്തും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ വിവരങ്ങൾ നൽകിയവരുടെ കൂട്ടത്തിലുണ്ട്. അതിലേക്ക് അടിസ്ഥാനത്തിൽ ഗീത മാധ്യമത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. ഒരു അടിപൊളി ലേഖനം. ആ ലേഖനം ശരിക്കും നമ്മുടെ ഈ സിസ്റ്റത്തിൽ വല്ലാത്തൊരു കോളിളക്കം ഉണ്ടാക്കി. സെഷൻസ് കോർട്ട് 27 കൊല്ലത്തെ ജീവപര്യന്ത തടവിന് വിധിച്ച ആ കേസ് തികച്ചും കെട്ടിച്ചമച്ചതാണെന്നും പ്രതി നിരപരാധിയാണെന്നും പ്രതികൾ വേറെ ആളുകളാണെന്നുമാണ് ആ ലേഖനത്തിൽ പറയുന്നത്. സ്വാഭാവികമായിട്ടും തുടർന്ന് ഈ കേസ് മധുസൂദനൻ എന്ന് പറയുന്ന വക്കീലിലേക്ക് ഗീത എത്തിച്ചു. അപ്പോഴേക്കും ഗീതയ്ക്ക് ദില്ലിയിലേക്ക് ഔദ്യോഗിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാറേണ്ടി വന്നു. ഗീതയെ നിരന്തരം അതിനുശേഷം ഈ മെഹബൂല് പൂജപ്പുര സെന്റർ ചെയ്യുന്ന കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. മാസത്തിൽ ഒരു തവണ കോൾ വിളിക്കാനുള്ള ഒരു പെർമിഷൻ പ്രതികൾക്ക് പ്രിസം അനുവദിക്കാറുണ്ട്. ആ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവൻ എല്ലായ്പ്പോഴും ഗീതയെ വിളിക്കുക. അങ്ങനെ വിളിക്കുമ്പോൾ എന്തായി കേസ് എന്ന് അവൻ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ജയിലിൽ നിന്ന് പരോളിലിറങ്ങുന്ന മറ്റാളുകളോടൊക്കെ അവൻ ആവശ്യപ്പെടുന്നതും അവന്റെ ആ കാര്യം ഒന്ന് തിരക്കാനാണ്. വക്കീല് മധുസൂദനടുത്ത് പോയി ഈ കാര്യം ഒന്ന് പറയണം, എന്തായി കേസെന്ന് അറിയണം. അങ്ങനെ നിരന്തരം അവനിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ പയ്യൻസ് മെഹബൂല് തന്റെ 24-ാം വയസ്സിലാണ് കേരളത്തിലേക്ക് ആദ്യമായി വരുന്നത്. വന്ന അധികം നാൾ കഴിയുമ്പോൾ അവൻ കേസിൽ പെടുകയും ചെയ്തു. അവൻ വിവാഹിതനാണ്, അവനൊരു കുഞ്ഞുമുണ്ട്. വീടും കുഞ്ഞും ഒക്കെ സംരക്ഷിക്കപ്പെടാൻ അവന്റെ ജോലി അനിവാര്യമായതുകൊണ്ടും നല്ല ജോലി കിട്ടുന്ന സ്ഥലം കേരളമായതുകൊണ്ടാണ് ആ കൊച്ചു ബിഹാറിൽ നിന്ന് അവൻ ഇവിടെ എത്തിയത്. പക്ഷെ വിധി അവന് നൽകിയത് വല്ലാത്തൊരു പാരിതോഷികമാണ്. ആ കഥ അങ്ങനെ തന്നെ മധുസൂദനൻ ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനായി സബ്മിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും കേസ് ചോദ്യം ചെയ്യപ്പെടുകയാണ്. അപ്പീലിന് വേണ്ടി സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ പ്രതികൾ ചെല്ലുമല്ലോ. അപ്പീലിന്റെ വാദം തുടങ്ങിയപ്പോൾ പ്രോസിക്യൂഷൻ അവരുടെ പഴയ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നപ്പോൾ ഡിഫൻസ് പുതിയ തെളിവുകളുടെ ഒരു ശൃംഖല തന്നെ അവിടെ സൃഷ്ടിക്കുകയാണ്. ആ
തെളിവുകളിലൂടെ കടന്നുപോയ ഹൈക്കോടതി ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. സെഷൻസ് കോർട്ട് എന്തുകൊണ്ട് ഇതൊന്നും കണ്ടില്ല? പ്രതി ഇന്നയാളാകണമെന്ന് തീരുമാനിച്ചതിന് ശേഷം ഒരു വിചാരണ നടക്കാന്നൊക്കെ പറഞ്ഞാൽ അതിനേക്കാൾ ദോഷകരമായി ജുഡീഷ്യറിയിൽ എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? മെഹബൂൽ ആയിരിക്കണം പ്രതിയെന്ന് തീരുമാനിച്ചുറച്ചിട്ട് സെഷൻസ് വിചാരണ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ വിചാരണയുടെ ഒടുവിൽ സെഷൻസ് മെഹബൂലിനെ കുറ്റക്കാരനായി തീരുമാനിക്കുകയും ചെയ്തു. മെഹബൂല് പറഞ്ഞത് എന്താണെന്നോ മെഹബൂല് ഈ കേസിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടതെന്നോ ജഡ്ജിക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അത് അറിയത്തില്ല. മെഹബൂല് പറയുന്ന കാര്യം മെഹബൂല് പറഞ്ഞതുപോലെ തന്നെയാണോ ജഡ്ജി മനസ്സിലാക്കിയതെന്ന് ജഡ്ജി ഒരിക്കൽ പോലും അന്വേഷിച്ചിട്ടുമില്ല. ഒരുപാട് തെളിവുകൾ മെഹബൂല് ഈ കേസുമായി കണക്ട് അല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും നോക്കാൻ ആ സെഷൻസ് ജഡ്ജിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബയസ്ഡ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം കൺവിൻസ്ഡ് ആയിരുന്നു മെഹബൂല് ശിക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ. അതുകൊണ്ട് ആ ശിക്ഷ കൊടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്യുന്ന ഒരാളിലേക്ക് ആ സെഷൻസ് ജഡ്ജ് കടന്നുപോയെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മെഹബൂലിനെ നിരുപാധികം വെറുതെ വിട്ടു. ആ വിധി വന്നതോ 2015 ജൂലൈ 10. ഏകദേശം 11 കൊല്ലക്കാലം ഇതിനിടയിൽ മെഹബൂല് ജയിലിൽ കഴിഞ്ഞു. നിരപരാധിയായ ഒരു മനുഷ്യൻ ജോലി അന്വേഷിച്ചു വന്ന സ്ഥലത്ത് ഇതുപോലെ ക്രിമിനലായി മുദ്രകുത്തപ്പെടുകയും ക്രിമിനലായി ജയിലിൽ കഴിയുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നേ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും മെഹബൂല് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള സർക്കാർ അപ്പീൽ കൊടുക്കുമല്ലോ. കേരള സർക്കാർ ഇപ്പോ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതി ആ കേസ് ഫയൽ സ്വീകരിച്ചത് തന്നെ ശരിയല്ല എന്ന അഭിപ്രായമുള്ള അനവധി ആളുകളുണ്ട്. നിരപരാധിയെ മെഹബൂലിനെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് വിളിച്ചു വരുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോ കേരള സർക്കാർ. കേസ് കൈകാര്യം ചെയ്തത് തെറ്റായിട്ടാണ്. കേസിലെ യഥാർത്ഥ പ്രതികളിലേക്ക് ഒരിക്കൽ പോലും പോലീസ് ഇറങ്ങി ചെന്നിട്ടേയില്ല. ജാതിയാണോ പാർട്ടിയാണോ ഇവിടെ ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോകാൻ പോലീസിനെ പ്രേരിപ്പിച്ചതെന്നുള്ള ചോദ്യം ഇപ്പോഴും ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഈ പുത്തൂർ മേഖലയിൽ നിരവധി ആളുകൾക്ക് കേസിന്റെ ഗതി ശരിയായ ശൈലിയിൽ ആയിരുന്നില്ല എന്ന് തുടക്കം മുതലേ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പലപ്പോഴും അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാകണം ഒരു ദിവസം ഈ ശ്രീദേവി ബ്രിക്സ് വർക്ക്സ് നിന്നങ്ങ് കത്തി. ആരോ കത്തിച്ചതാണ്. ചന്ദ്രദാസ് ആണ് അത് കത്തിച്ചതെന്നുള്ള അഭിപ്രായമൊക്കെ ആ സമയത്ത് പലരും പറയുന്നുണ്ടായിരുന്നു. ചന്ദ്രദാസ് ആണ് കത്തിച്ചതെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല എന്ന അഭിപ്രായമുള്ള ആളുകളും ഈ കൂട്ടത്തിലുണ്ട്. സ്വന്തം മകളെ റേപ്പ് ചെയ്ത് കൊന്ന ഒരാളുടെ ആ ബ്രിക്സ് വർക്ക് അയാളുടെ കൺമുമ്പിൽ അങ്ങനെ നിൽക്കുന്നത് എത്ര നാളെന്ന് വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുക. ദേഷ്യം വന്നപ്പോ സങ്കടം വന്നപ്പോ ചിലപ്പോ ചന്ദ്രദാസ് കത്തിച്ചതാകും. അങ്ങനെ അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷെ ചന്ദ്രദാസ് താനാണത് കത്തിച്ചെന്നുള്ള കാര്യം ഇതുവരെയും നമ്മളോട് പറഞ്ഞിട്ടില്ല. അച്ഛൻ ചന്ദ്രദാസ് വേദനയോടുകൂടി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിനിടയിൽ വിജയലക്ഷ്മിയുടെ അമ്മ ഭവാനി മരണപ്പെടുകയും ചെയ്തു. ഒരു കുടുംബത്തിന് അടിവേര് തന്നെ തകർത്ത ഒരു റേപ്പും കൊലപാതകവുമാണ് യഥാർത്ഥത്തിൽ പുത്തൂരിലെ വിജയലക്ഷ്മി മർഡർ കേസ് എന്ന് പറയുന്നത്. ഒരു കേസ് എങ്ങനെ അന്വേഷിക്കരുത് എന്നതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ കേസിനെ കാണാം. ഒരുപാട് വീഴ്ച ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ ഇടപെടലുകൾ, ജാതിപരമായ ഇടപെടലുകൾ, പണത്തിന്റെ ഇടപെടലുകൾ ഒക്കെ കേസിനെ എങ്ങനെയൊക്കെയാണ് തെറ്റായി സ്വാധീനിക്കുക എന്നത് പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ കേസ് നല്ലൊരു പഠന വിഷയമാണ്. ഈ കാര്യം നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.